സംസ്ഥാനത്ത് അവയവ മാറ്റിവെക്കലിനായി കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് 2832 പേർ. ഇതിൽ 2193 പേരും വൃക്ക രോഗികളാണ്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച കേസ് ഓട്ടോ പൂർണ്ണ പരാജയമെന്ന് സർക്കാർ ഡോക്ടർ തന്നെ പറഞ്ഞത് വിവാദമായിരുന്നു. അവയവ മാറ്റിവെക്കലിലൂടെ പൊതുജീവൻ കാത്ത് കഴിയുന്നത് 2832 പേരാണ്. ഇതിൽ കൂടുതലും വൃക്ക രോഗികളാണ്, 2193 പേർ. 71 രോഗികൾ ഹൃദയത്തിനായി കാത്തിരിക്കുമ്പോൾ 498 പേരാണ് കരളിനായി അപേക്ഷ നൽകിയത്. 30 പേർക്ക് ഒന്നിലധികം അവയവങ്ങൾ ആവശ്യമാണ്. 10 പാൻക്രിയാസും 3 ചെറുകുടലും 20 കോർണിയയും ആവശ്യമുള്ളവരുണ്ട്. കൈകൾക്കായി 6 അപേക്ഷകളും കേസോട്ടോയിലുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിൽ മരണാനന്തര അവയവദാനത്തിലൂടെ ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ രോഗി കേസോട്ടോയിൽ രജിസ്റ്റർ ചെയ്യണം. ചില സ്വകാര്യ ആശുപത്രികൾ അവയവ മാറ്റിവയ്ക്കൽ നിർദ്ദേശിച്ചാലുടൻ വൻതുക കെട്ടിവയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആശുപത്രിയിൽ വലിയ തുക അടച്ചാൽ മാത്രമേ കേസോട്ടോയിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് ഉയരുന്ന ആക്ഷേപം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.